ചാണ്ടി ഉമ്മൻ വളരെ നേരത്തെ എന്ന അപകടമുണ്ടായ ദിവസം മുതൽ ഇവിടെ മെഡിക്കൽ കോളേജിന്റെ അനാസ്ഥ ഓരോന്നായി ചൂണ്ടിക്കാട്ടുന്നു. അദ്ദേഹം ഇപ്പോൾ ഹോസ്റ്റലിൽ സന്ദർശനം നടത്തുകയാണ്. വിദ്യാർത്ഥികളുടെ പരാതികൾ അറിഞ്ഞ ശേഷമാണ് ചാണ്ടി ഉമ്മൻ ഇവിടെ എത്തിയിരിക്കുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിലെ വിഷയം ചാണ്ടി ഉമ്മൻ അത് ഏറ്റെടുത്തിരിക്കുകയാണ്. അപകടമുണ്ടായ ദിവസം രാവിലെ മുതൽ രാത്രി വരെ ചാണ്ടി ഉമ്മൻ അവിടെ ഉണ്ടായിരുന്നു. കുടുംബത്തിന് സഹായധനം, സർക്കാരിൻ്റെ സഹായം ഉറപ്പാക്കും വരെ ആ വിഷയത്തിൽ ശക്തമായി നിന്ന MLA ആണ്. ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലെ മെൻസ് ഹോസ്റ്റലിലാണ് ഇപ്പോൾ ചാണ്ടി ഉമ്മൻ സന്ദർശനം നടത്തുന്നത്. അപകടാവസ്ഥയിലായ ഹോസ്റ്റലാണ്. ഇനിയും ഒരു അപകടം ഉണ്ടാകാതിരിക്കാൻ ഈ കെട്ടിടത്തിൽ നിന്നും വിദ്യാർത്ഥികളെ ഒഴിപ്പിക്കണമെന്നുള്ള ആവശ്യം വിദ്യാർത്ഥികൾ തന്നെ ഉന്നയിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായി. പക്ഷേ ഇപ്പോൾ ഈ അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതിന് വേഗം ഉണ്ടാകുമോ എന്നാണ് അറിയേണ്ടത്. കാണാം, ഇപ്പോൾ സീലിംഗ് ഒക്കെ അടർന്ന് പോയിരിക്കുന്ന ഭാഗം, അവിടെയൊക്കെ തന്നെയും സിമൻ്റ് ഇട്ട് താൽക്കാലിക പരിഹാരമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വർഷങ്ങൾ പഴക്കമുള്ളതാണ്. വൃത്തിഹീനമായ സാഹചര്യം കൂടിയാണ്. പഴകിപ്പൊളിഞ്ഞ അടർന്നു വീഴാനായിരിക്കുന്ന കെട്ടിടത്തിൻ്റെ ഭാഗങ്ങളാണ് കാണുന്നത്. ഇരുന്നൂറ്റമ്പതോളം വിദ്യാർത്ഥികളാണ് ഈ മെൻസ് ഹോസ്റ്റലിൽ താമസിക്കുന്നത്. പലതവണ പരാതിപ്പെടുമ്പോഴും താൽക്കാലികമായി അറ്റകുറ്റപ്പണികൾ നടത്തിപ്പോകും എന്നാണ് വിദ്യാർത്ഥികൾ നേരത്തെ പറഞ്ഞത്. ഈ തകർച്ചാ ഭീതി ഉണ്ട്. കഴിഞ്ഞ ദിവസം ബിന്ദു അപകടത്തിൽപ്പെട്ടതിന് തൊട്ടു പിന്നാലെ ഞങ്ങളുടെ അവസ്ഥയും സമാനമാണ് എന്ന പ്രതികരണവുമായി വിദ്യാർത്ഥികൾ വന്നിരുന്നു. റിപ്പോർട്ടിനോട് തന്നെ അവിടെ നിന്നുള്ള വിദ്യാർത്ഥി പ്രതികരിച്ചിരുന്നു. 68 വർഷം പഴക്കമുള്ള കെട്ടിടമാണ് കഴിഞ്ഞ ദിവസം അതിൻ്റെ ഒരു ഭാഗമാണ് അടർന്നു വീണത്. അടർന്നു വീഴുകയല്ലേ, ഇരുന്ന് പോവുകയായിരുന്നു. അത് ഇടിഞ്ഞ് താഴേക്ക് പോവുകയായിരുന്നു. നമ്മൾ ജസ്റ്റ് കാണാൻ വന്നതേ ഉള്ളൂ. അത് കണ്ടു കഴിഞ്ഞു. കാരണം പല പ്രശ്നങ്ങളും നമ്മുടെ മുന്നിൽ വന്നു. ഏറ്റവും വൃത്തിഹീനമായ സാഹചര്യമാണ്. അവിടെ നമ്മൾ താഴോട്ടിറങ്ങി നമുക്ക് മൊത്തം കണ്ടിട്ട് ഞാൻ പ്രതികരിക്കാം. മൊത്തം ഒന്ന് കണ്ടോട്ടെ. സ്മൃതി, അത്തരത്തിൽ ഇത് കണ്ടതിന് ശേഷം പ്രതികരിക്കാമെന്ന് തന്നെയാണ് ചാണ്ടി ഉമ്മൻ പറയുന്നത്. നമുക്ക് കാണാൻ ഒരു മെൻസ് ഹോസ്റ്റലിന്റെ പരിസരമാണ്. അവിടെ മുഴുവൻ പൂർണ്ണമായും കാട് പിടിച്ച് കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പലയിടങ്ങളിലും പൊട്ടിപ്പൊളിഞ്ഞ് തകർച്ചയുടെ വക്കിലേക്കാണ് പലയിടങ്ങളും ഉള്ളത്. അതായത് പൂർണ്ണമായും മെൻസ് ഹോസ്റ്റലിന്റെ ഭാഗങ്ങളല്ല, ഒരു ഭാഗത്തേക്കും ഏറ്റവും പഴക്കം ചെന്ന, അതായത് ഈ മെഡിക്കൽ കോളേജിന്റെ ആ നിലവിൽ തകർന്ന ബിൽഡിങ്ങിന് സമാനമായ പഴക്കം തന്നെ ഈ ഒരു ഹോസ്റ്റലിന്റെ ഈ ഒരു ഭാഗത്തുമുണ്ട് എന്നുള്ളതാണ്. പലയിടങ്ങളിലും പല മുറികളിലും ജനാലകളും അതുപോലെ തന്നെ സീലിംഗും ഒക്കെ തന്നെ പൊട്ടി തകർന്നു കിട്ടുന്ന നിരവധി തവണ വിദ്യാർത്ഥികൾ പരാതി നൽകിയിട്ടുള്ളതുമാണ്. പക്ഷേ ആ പരാതികളൊന്നും തന്നെ അധികൃതർ കൃത്യമായ വിലയ്ക്ക് എടുത്തിട്ടില്ല, മുകളിലേക്ക് എടുത്തിട്ടില്ല എന്നുതന്നെയാണ്. കാരണം പലപ്പോഴും ഈ ചെറിയ പാച്ച് വർക്കുകൾ, അതായത് ഈ കൃത്യമായി എന്താണോ വീഴ്ച അല്ലെങ്കിൽ എവിടെയെങ്കിലും തകർന്നു പോകുന്നുണ്ട് അത് പരിശോധിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ നടപടി സ്വീകരിക്കാതെ ഈ വെറുതെ പെയിന്റ് അടിച്ചു പോകുന്നതും അതിൻ്റെ മുകളിൽ ചെറിയ തോതിൽ പൊട്ടി ഇട്ടു പോകുന്ന നടപടികൾ മാത്രമാണ് അധികൃതർ സ്വീകരിച്ചതെന്നുള്ള പരാതിയാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. അതായത് ഷോക്ക് ഏൽക്കുന്ന, അതായത് പുതിയ ബ്ലോക്കിന്റെ പലവത്തും ഷോക്ക് ഏൽക്കുന്ന ഭാഗങ്ങൾ കൂടിയുണ്ട് എന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. അപ്പോൾ ആ ഭാഗത്തേക്കൊന്നും വിദ്യാർത്ഥികൾ പോകാറില്ല എന്നുള്ളത് കൂടിയാണ്. മെസ്സിന്റെ അവസ്ഥയും അതുപോലെ തന്നെ സ്റ്റഡി റൂമിന്റെ അവസ്ഥയും ഒക്കെ തന്നെ വളരെ ശോചനീയമാണ്. അത്തരത്തിലൊരു സാഹചര്യത്തിൽ, ഒരു ദുരിത സാഹചര്യത്തിൽ തന്നെയാണ് ഈ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ മെൻസ് ഹോസ്റ്റലിലൂടെ വിദ്യാർത്ഥികൾ കടന്നു പോകുന്നത്. ആ ഒരു കാര്യം തന്നെയാണ്, ആ ഒരു വിഷയം തന്നെയാണ് ചാണ്ടി ഉമ്മൻ ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്നത്. വിദ്യാർത്ഥികളുടെ ഹോസ്റ്റൽ മുറിയിലെ പല ഭാഗങ്ങളിലെയും ഈ ബിൽഡിങ്ങുകൾക്ക് കാര്യമായ പ്രശ്നങ്ങളുണ്ട്. അതായത് ജനാലകൾക്കും ജനച്ചിലുകൾക്കും ജനാലകൾക്കൊക്കെ തന്നെ വിള്ളലുകളുണ്ട്, ഈ ഭിത്തികളിൽ വിള്ളലുകളുണ്ട്. ഈ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ വെള്ളം ഊർന്നിറങ്ങിക്കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണെന്നാണ്. വെള്ളം ഊർന്നിറങ്ങി, നമുക്കറിയാം ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ ദിവസം തകർന്ന ആ കെട്ടിടം, ആ ശൗചാലയം, അതിൽ വെള്ളം ഊർന്നിറങ്ങുമ്പോൾ അത് താഴെ ഇരിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് കണ്ടുകൊണ്ടാണ് 2 നിലകളിലെ ബാത്റൂമുകൾ അടച്ചിട്ടത്. അതേ ഒരു പ്രശ്നം തന്നെ. അതായത് പലയിടങ്ങളിലേക്കും വെള്ളം, അതായത് നമുക്ക് ഇപ്പോൾ ഒരു പുതിയതായി പെയിന്റ് അടിച്ച ഭാഗങ്ങൾ കാണാം, അവിടെയൊക്കെ തന്നെ ഈ വെള്ളം ഊർന്നിറങ്ങിയതിൻ്റെ ഒരു അടയാളങ്ങൾ അല്ലെങ്കിൽ ആ ഭാഗങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ എല്ലാ സ്ഥലങ്ങളിലും ഇത്തരത്തിലൊരു പ്രശ്നമുണ്ട്. വലിയ പ്രശ്നം തന്നെയാണ് ഈ വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാട്ടുന്നത്. കാരണം നമുക്ക് ഒരു നനവ്, അതായത് ഇവിടെ ഈ ദൃശ്യങ്ങളിൽ കാണിക്കാൻ സാധിക്കുന്നതാണ്, ഈ പെയിന്റ് അടിച്ച പല ഭാഗങ്ങളിലും ഈർപ്പം, ഈ നിൽക്കുന്നത് ഇത് ഈർപ്പമാണ്. അതായത് ഈ പെയിന്റിന് മറ്റൊരു നിറം കാണും
കാണുന്നത് ഈ ഈർപ്പം ഈ ചുമര് ഭിത്തികൾക്കുള്ളിലൂടെ ഇറങ്ങുന്നത് കൊണ്ടുവരുന്നതാണ് എന്നുള്ളതാണ്. കൃത്യമായി തന്നെ ഇവിടെ ഒരു നിറവും ഇവിടേക്ക് എത്തുമ്പോൾ കുറച്ചുകൂടി കടും നിറവുമുണ്ട്. അതായത് ഈർപ്പം എത്തുമ്പോൾ വെള്ളത്തിലേക്ക് ഇറങ്ങി വരുമ്പോഴാണ് പുതിയ പെയിന്റ് അടിച്ചിട്ട് പോലും അവിടെ ഈർപ്പത്തിന്റെ ആ ഒരു കൃത്യമായി തന്നെ ഈർപ്പം നമുക്ക് ഇതിലൂടെ ഭിത്തികളിൽ കൂടെ ഇറങ്ങി ഈർപ്പത്തിന്റെ ഒരു അടയാളം നമുക്ക് ഇവിടെ കൃത്യമായി കാണുന്നത്. അതായത് ഇത് തന്നെയാണ് വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന പരാതി എന്ന് പറയുന്നത്. ചുമരുകൾക്കുള്ളിലൂടെ വലിയ രീതിയിൽ തന്നെ ഈർപ്പം പുറത്തേക്ക് വരുന്നുണ്ട് എന്നൊരു പ്രശ്നം അത് തന്നെയാണ് വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നത്. അതിന്റെ നേർസാക്ഷ്യമാണ് ഒരുപക്ഷെ ചാണ്ടി ഉമ്മൻ ഇതിനുള്ളിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഈ ഹോസ്റ്റലിലേക്ക് ഉള്ളിലേക്ക് കയറാൻ കഴിയും. കഴിഞ്ഞ ദിവസമൊക്കെ വിദ്യാർത്ഥികളോട് ഇത്തരത്തിലൊരു പ്രതികരണം നടത്തരുത് എന്നൊരു കാര്യം കൂടി ഈ അധികൃതർ പറഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പല വിദ്യാർത്ഥികളും പുറത്തു പറയാം അല്ലെങ്കിൽ ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടാൻ മടിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ശോചനീയമായ അവസ്ഥയിലുള്ള ഹോസ്റ്റൽ കെട്ടിടമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. മനുഷ്യവാസ യോഗ്യമല്ലാത്ത രീതിയിലുള്ള കെട്ടിടമാണ്. അടർന്നു നിൽക്കുന്ന ചുമരുകളാണ്, ഗ്രില്ലുകൾ തുരുമ്പെടുത്തിരിക്കുന്നു, ചുറ്റുപാടും കാട് പിടിച്ചു കിടക്കുന്നു. ഒട്ടും വാസയോഗമില്ലാത്ത കെട്ടിടം. പലയിടത്തും പെയിന്റ് അടിച്ച് അത് അപകടാവസ്ഥ മറയ്ക്കാനുള്ള ശ്രമമാണ്. പക്ഷേ അവിടെയും ഈർപ്പം കൊണ്ട് നനഞ്ഞ ആ ഭാഗമൊക്കെ നനഞ്ഞു നിൽക്കുന്ന ചുമരുകളാണ് കാണുന്നത്. ഈ നനഞ്ഞു കുതിർന്നിട്ടാണ് പഴയ കെട്ടിടവും നേരത്തെ തകർന്നു വീണത്. ഈ കെട്ടിടത്തിനും അതിനുള്ള സാഹചര്യം ഉയരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പലയിടത്തും അടർന്ന് പൊളിഞ്ഞൊക്കെ കിടക്കുന്നുണ്ട്. ആ ഭാഗവും കാണുന്നുണ്ടല്ലോ ഇപ്പോൾ അഖിൽ. സീലിംഗിൽ കമ്പി കാണാം. അവിടെ നിന്നും ചുമരിന് ഒരു ഭാഗം അടർന്ന് താഴേക്ക് നിൽക്കുകയാണ്. ഇതേതു ഭാഗത്താണ്? ഇത് നമ്മളിപ്പോൾ നിൽക്കുന്നത് പല ബ്ലോക്കുകളുണ്ട്. ഇത്തരത്തിൽ ഒരു ബ്ലോക്കിന്റെ ഭാഗത്താണ് ഈ സീലിംഗ് അടർന്നു നിൽക്കുന്നത്. അതിന്റെ അറ്റകുറ്റപ്പണികൾ മാത്രമാണ് ഈ അധികൃതർ നടത്തുന്നത്. നമുക്കത് കാണാൻ സാധിക്കും. അതിന്റെ ഈ തറകളിലേക്ക് നോക്കൂ സ്മൃതി. അതായത് തറകളിൽ നിന്ന് ഒരു പില്ലറിന്റെ ഭാഗത്താണ് വലിയ ഇതിൽ ഈ വിള്ളലുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ അത്തരത്തിൽ ഇതിന്റെ അറ്റകുറ്റപ്പണികൾ മാത്രം നടത്തിക്കൊണ്ട് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്.